ഇങ്ങനെ ഒരു വലിയ ക്രൈസിസിൽ കൂടെയാണ് ഇപ്പം നിങ്ങളിത് കേട്ടോണ്ടിരിക്കുമ്പോൾ പോകുന്നെങ്കിൽ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തെ സിറ്റുവേഷൻ എനിക്ക് അറിയില്ല, പക്ഷേ ഫൈൻഡ് ഔട്ട് ആൻഡ് നിയറസ്റ്റ് ചാപ്പൽ, നിങ്ങളുടെ അടുത്തൊരു ചാപ്പൽ നിങ്ങൾ പോകണം. ദിപികാരൻ എഴുന്നേറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇല്ലെങ്കിലും ആ ദേവാലയത്തിൽ നിന്ന് കയറിയിരിക്കണം. ഒന്നും ചെയ്യരുതെന്ന് വെച്ചാൽ ഐ മീൻ ഇറ്റ്, പ്രാർത്ഥിക്കുക പോലും ചെയ്യരുത്. ചില തെറ്റിദ്ധരിക്കല്ലേ, പള്ളി കയറുന്ന പിന്നെ നമ്മൾ പ്രാർത്ഥിക്കല്ലേ വേണ്ടത്. ചില സമയത്ത് പള്ളി കയറി നിന്ന് പ്രാർത്ഥിക്കാതിരിക്കുന്നതും വലിയൊരു കൃപയായിരിക്കും. അവിടെ പോയി ഇരുന്ന് അപ്പൻ്റെ അടുത്തിരിക്കുക, ഈശോയുടെ അടുത്തിരിക്കുക. നിനക്ക് ആവശ്യമുള്ള എന്താണെന്നും നിന്റെ ഈ ശൂന്യത നികത്താനും പറ്റുന്ന ഒരേ ഒരാൾ ഈശോ മാത്രമാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുന്നു, നമ്മൾ സിനിമ കാണാൻ പോകുന്നു, നമ്മൾ പാട്ട് കേൾക്കാൻ പോകുന്നു, എല്ലാം നമ്മളെ ആശ്വസിപ്പിക്കുന്നു കുറച്ച് നേരത്തേക്ക്. പക്ഷെ ഉത്തരം അറിയലേ ഉള്ളൂ, സൊല്യൂഷൻ ഈശോയുടെ കൈ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മളെ ടെമ്പററിലി കുറച്ചു നേരം ഒന്ന് നേരെ നിർത്തും. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ താഴേക്ക് പോകാൻ. ഉള്ളിൻ്റെ ഉള്ളിൽ ആനന്ദം ട്രിഗർ ചെയ്ത് കിട്ടണമെങ്കിൽ ഈ ആനന്ദത്തിൻ്റെ സോഴ്സ് ആ ഈശോയുടെ അടുത്ത് തന്നെ പോയിരിക്കുക. അവിടെ നിന്ന് ഒരു കുഞ്ഞു വെട്ടം കിട്ടും. പെട്ടെന്ന് ഈശോ ഇറങ്ങി വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടായെന്ന് വരില്ല. ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അത്ര പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായെന്ന് വരില്ല. നിങ്ങൾ